പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവവചനം കേൾവിക്കായിട്ട് വിശുദ്ധ വേദപുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 35-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 35-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാ എന്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഈ വാക്യം ഇപ്പം എല്ലാവരും കാണാതെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാ എന്റെ ഒപ്പ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ച ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലൂടെ തിരുസലിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 6 മാസക്കാലം ഈ വർഷത്തിൽ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. അനേക ഭവനങ്ങൾ വിലാപ ഭവനങ്ങളായി മാറി. അനേക ആശുപത്രികൾ അഭയം പ്രാപിച്ചു. വിവിധമായ അനുഭവങ്ങളുടെ അവസ്ഥകളൊക്കെ കടന്നുപോയി. ദൈവമായ കർത്താവ് തന്നെ ഭക്തനെ തനിക്കുള്ളവരെ അവിടങ്ങളായി സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേളയിൽ അവിടുത്തെ ആശ്വാസമുള്ളതിനായി സ്തോത്രം. അയ്യോ, ഞങ്ങളുടെ സങ്കടം കേൾക്കുന്നതിന് ആരുണ്ടെന്ന ചോദ്യത്തിൽ കർത്താവെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ശബ്ദം കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഇതിനെല്ലാം കാരണം എന്തെന്ന ചോദ്യത്തിന് ഈ ദിവസങ്ങളിലായി കർത്താവ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. കർമ്മേല മിനിസ്ട്രിക്കായി സ്തോത്രം. കർത്താവ് കർത്തദാസൻ പാസ് ഈപ്പൻ വർഗീസ് അദ്ദേഹത്തോടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഇങ്ങനെ വാഴ്ച. ഇതിനകത്ത് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു മൂലം ഞങ്ങളെ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. ആമേൻ. പ്രൈസ്. പാട്ട് ചില വരികൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇഷ്ടം. അധികം തരും ശോധനയിൽ അവനെ അമിതം സ്നേഹിപ്പാൻ. അധികം തരും ശോധനയിൽ അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും. അവൻ സന്നിധി മതി എനിക്ക്. അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും. അവൻ സന്നിധി മതി എനിക്ക്. ആനന്ദമാനന്ദമേ, ക്രിസ്ത്യ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും തന്നെ വഴി നടത്തും. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും എന്നെ വഴി നടത്തും. പലതിനെ നനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയില്ലിനി ഞാൻ. പലതിനെ നനച്ചു വിലപിച്ചു ഹൃദയം കലങ്ങിടുകയില്ലിനി ഞാൻ. ആനന്ദമാനന്ദമേ, ക്രിസ്ത്യ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. അവനെ അമിതം സ്നേഹിപ്പാൻ. അധികം തരും ശോധനയിൽ ധനയിൽ അവനെ അമിതം സ്നേഹിപ്പാൻ. അധികം തരുശോധനയിൽ അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും. അവൻ സന്നിധി മതി എനിക്ക്. അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും. അവൻ സന്നിധി മതി എനിക്ക്. ആനന്ദമാനന്ദമേ, ക്രിസ്ത്യ ജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ,
സൗഭാഗ്യ ജീവിതം ഇതു സൗഭാഗ്യ ജീവിതമേ. കർത്താവിൽ ആശ്രയിച്ച കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർക്കുന്ന ഒരു ഭക്തൻ പാടിയ വരികളാണ്. ആനന്ദമാണ്, ആനന്ദമാണ്. ക്രിസ്തീയ ജീവിതം ആനന്ദമാണ്. യേശുവിനെ അറിയുവാനിടയായത് കർത്താവ് നടത്തുന്ന വിധങ്ങൾ എന്ന് പാടുവാനിടയായി തോന്നുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ഇയ്യോബിന്റെ അനുഭവം, ഇയ്യോബിനെ പോലെ ചിലർ ചോദിക്കുന്ന, അയ്യോ ഇതെന്താ ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ ആളില്ലാതെ പോയത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നാൽ പലരും പല അനുഭവത്തിലും അവസ്ഥയിലുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പലപ്പോഴും ജയിലിൽ സുവിശേഷ വേലയുടെ ബന്ധത്തിലായിരുന്നു. വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ കാണുന്നത് പോലെയുമാണ് പ്രശ്നത്തിന് പരിഹാരമുള്ളത്. തൃശ്ശൂർ സബ് ജയിൽ സ്പെഷ്യൽ ജയിലാണ്. അവിടെ ഞങ്ങൾക്ക് സുവിശേഷ തടസ്സമായി നിന്നതായ ഒരു വാർഡൻ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിൽ പിന്നെ അദ്ദേഹത്തിന് വലിയ ഞങ്ങളോട് സന്തോഷവും ദൈവനാമത്തോട് സന്തോഷവും, ജയിലിൽ തടവുകാരെ ഇറക്കി തരികയും എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് എല്ലാവരെയും, ഇത് താല്പര്യമില്ലാതെ അകത്തിരിക്കുമല്ലോ. കാരണം ജയിലിനകത്തിരിക്കുമ്പോൾ ചോദിക്കുന്നത്, ദൈവം പോലും കൈവിട്ടില്ലേ, ദൈവം ഉണ്ടോ? പലരും തടവിനകത്ത് കിടക്കുന്ന സാധുക്കളായ ആളുകളെല്ലാം നിരപരാധികൾ, ഒത്തിരി പേരുണ്ട്. എന്നാൽ പണമുള്ളവരൊക്കെ ജയിലിന് പുറത്താണ്. പണമില്ലാത്ത പാവങ്ങളും ജാമ്യം എടുക്കാത്തവരും ഒക്കെ ഒത്തിരി പേർ. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ജാമ്യം എടുക്കാൻ പോലും ആളില്ല, അതിന് പണമില്ല, കരമടച്ച രസീതില്ല, ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തിനാ ഞങ്ങൾക്ക് ഈ കഷ്ടത വരുത്തിയത് എന്നൊക്കെയുള്ള ചിന്താഗതി കൊണ്ട് സുവിശേഷ യോഗത്തിന് പുറത്തിറങ്ങിയിരിക്കാത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ടതായ ഹൈന്ദവനായിരുന്ന ആ വാർഡൻ യേശു കർത്താവിന്റെ സ്നേഹം അറിഞ്ഞതിൽ പിന്നെ ഒരാളെ സെല്ലിനകത്ത് തടവ് മുറിക്കാതിരിക്കാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ മീറ്റിംഗ് നടക്കുമ്പോൾ. അപ്പം അദ്ദേഹത്തിന്റെ അത്യുത്സാഹത്താൽ ഒത്തിരി പേര് വന്നിരിക്കുകയും ദൈവനം കേൾക്കുകയും ചെയ്യും. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞതാണ്, പാസ്റ്ററെ, ഈ ഞാൻ വിചാരിച്ചതുപോലല്ല, തന്നെയല്ല ദൈവികമായ ഒരു 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 ചൈതന്യം, അദ്ദേഹം പറഞ്ഞ ഒരു അനുഗ്രഹം എന്നൊക്കെയാണ്, അങ്ങനെയുള്ളവർ ജയിലിൽ വന്നാൽ ഞങ്ങൾക്ക് വലിയ തൊന്തരവൊന്നുമില്ല. അപ്പം കഴിഞ്ഞ ദിവസം 2 പേര് ജയിലിൽ വന്നു. 2-നെയും സെല്ലിനകത്താക്കി. ഒരു സെല്ലിൻ്റെയൊക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 8 പേരോ 10 പേരൊക്കെയാണ്. അതിനകത്ത് 30-40 പേരെ തളച്ചിട്ടേക്കുന്നത്. സൗകര്യങ്ങളൊന്നുമില്ല. അവർ വൈകുന്നേരം 6 മണിക്ക് സെല്ല് പൂട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തുറക്കത്തുള്ളൂ. അതിനോടകം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരു മൊന്തയോ അങ്ങനെ വെച്ചിട്ടുണ്ട്, പാത്രങ്ങൾ. അതിനുള്ളിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ 10-40 പേരും ഇതിനുള്ളിൽ സംഭരിച്ചു വെച്ചാൽ എന്തോ പിന്നെ ദുർഗന്ധമാ. അങ്ങനെ ബുദ്ധിമുട്ടാണ് ജയിലിലെ താമസമൊക്കെ, ആള് കൂടിയാലൊക്കെ. അപ്പോൾ ഈ 2 പേര് വന്നു. അപ്പം അദ്ദേഹത്തെ വെച്ചത് പൂട്ടിയത്. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് രാവിലെ ചെന്നപ്പോൾ ഈ 2 പേരെ അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ ഒരാൾ വലിയ തടിച്ച മുഖത്തോടെ ദേഷ്യത്തോടെ ഇരിക്കുന്നു, മറ്റൊരാൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഈ വാർഡൻ ചോദിച്ചു, എന്ത് പറ്റി, മുഖമല്ല വല്ലാതിരിക്കുന്നല്ലോ. ഉടനെ അദ്ദേഹം ക്ഷുഭിതനായി. എന്ത് പറ്റിയെന്നോ? ഒരുപോലെ കണ്ണടയ്ക്കാനൊത്തില്ല, ഭയങ്കര നാറ്റം, എന്നാ ദുർഗന്ധമാണ് ഇതിനുള്ളിൽ. തന്നെയല്ല എന്തോ കൊതുക, മൂട്ടയാ. മൂട്ടയില്ലായിരുന്നെങ്കിൽ കൊതുക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. എന്താ ഉറങ്ങാൻ എങ്ങനെയൊന്നും ഭയങ്കര വിഷമയാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചു, എന്താ പറ്റി, നീ ഉറങ്ങിയോന്ന് ചോദിച്ചു. പറഞ്ഞു ഉറങ്ങി. അതെങ്ങനെ ഉറങ്ങി നീ? ദുർഗന്ധമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. മൂട്ടയും കൊതുകും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. എന്നിട്ട് അത് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദല, എനിക്കെതിരെ കൊടുത്ത കള്ളക്കേസിൽപ്പെട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വസ്തു അയൽവാസി അതിക്രമിച്ചെടുക്കുകയും ചെയ്തു, എനിക്കെതിരെ കേസ് കൊടുത്തു, അവർക്ക് പിടിപാടുള്ളത് കൊണ്ട് ഞാൻ ജയിലിനകത്ത് വന്നു. അപ്പം ഞാനൊരു ദൈവവേദന, ഞാനിവിടെ ഇതിനകത്ത് അസഹ്യമായിരുന്നില്ല.
എന്നാൽ രാത്രിയായപ്പോൾ അല്പം നല്ല വായു ലഭിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഈ അഴിയുടെ അടുക്കിലേക്ക് വന്ന് എൻ്റെ അപ്പോൾ ജനക്കൂട്ടമായതിനുള്ളിൽ അപ്പോൾ എൻ്റെ തല ഈ കമ്പി അഴിയുടെ അടുത്തേക്ക് നീക്കി വെച്ച് പുറത്തു നിന്നുള്ള വായു ശ്വസിക്കത്തക്ക മൂക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹം കിടക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് പല പരാക്രമങ്ങൾ നടക്കുന്നതിനുള്ളിൽ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ആകാശം കണ്ടു, നക്ഷത്രങ്ങളെ കണ്ടു, ചന്ദ്രനെ കണ്ടു. ആ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഒരു സങ്കീർത്തന ഭാഗമാണ് കയറി വന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, ശബ്ദമില്ല. അങ്ങനെ വാക്യം വാഴ്ത്ത സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിന്റെ അളവൊന്നുപോലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. കൂടാരം അടിച്ചിട്ടുണ്ട്, പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടം സന്തോഷിക്കുന്നു. ഉദയവും അതിന്റെ അയവനും ആകുന്നു, മറഞ്ഞിരിക്കുന്നത് ആരുമില്ല. ഈ പ്രിയപ്പെട്ടൻ പറയാണ്, സാറേ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഈ സങ്കീർത്തന ഭാഗം എല്ലാം ഈ സങ്കീർത്തന ഭാഗം ഓടി വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശം ഞാൻ കണ്ടു, ആകാശവിധാനത്തെ കണ്ടു, ആ ചന്ദ്രനെ കണ്ടു, നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ ദൈവം അതിനെയെല്ലാം പരിപാലിക്കുന്ന വിധം ഓർത്ത് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ദുർഗന്ധം എനിക്ക് പ്രശ്നമായി വന്നില്ല. എന്നെ ഒത്തിരി കൊതുക് കുത്തിക്കാണും, ഒട്ടേറെ മൂട്ട എന്നെ കടിച്ചു കാണും, പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പകരം ഞാൻ ഈ കമ്പി അഴിക്ക് പുറത്ത് ഞാൻ ഈ ആകാശവും ദൈവത്തിന്റെ സൃഷ്ടി വൈവിധ്യം കണ്ടപ്പോൾ ഞാൻ അറിയാതെ അതിൽ ലയിച്ച് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വാർഡൻ പറഞ്ഞാണ്, ബ്രദറെ, രണ്ട് മനുഷ്യർ വ്യത്യസ്തമായ സാഹചര്യം വന്നുവെങ്കിലും ഒരേ അനുഭവത്തിൽ ജയിലറയ്ക്കുള്ളിൽ കിടന്നപ്പോൾ ഒരേ അനുഭവം, ഭക്ഷണം ഒരുപോലെ, കിടപ്പൊരുപോലെ, നാറ്റം ദുർഗന്ധം ഒരുപോലെ, മൂട്ടയും കൊതുകും എല്ലാം ഒരുപോലെയാണ്. പക്ഷെ അതിലൊരുവൻ ആ ദൂഷിക്കുകയും ദൈവത്തെ ദൂഷിക്കുകയും നിയമവ്യവസ്ഥയും സകലത്തെയും ദൂഷിക്കുകയും പറയുമ്പോൾ അവരനാകട്ടെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, സുഖമായിട്ടുറങ്ങി. ഇഷ്ടം പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, അദ്ദേഹമാണെങ്കിൽ നിരപരാധിയുമായിരുന്നു, പ്രശ്നം കള്ളക്കേസിലകത്ത് പോയ ഒരാളാണ്. ആ ജയിലറാ അദ്ദേഹം അത് ദൈവസാന്നിധ്യമുള്ളൊരു അനുഭവമായി തീർത്തു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ വേദപുസ്തകത്തിന്റെ കാരാഗ്രഹത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. ഞാൻ അവിടേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ ഇയ്യോബ് പറയണം, അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ, അങ്ങനെയെങ്കിൽ ഒന്നാമനെ പോലെ പരിതപിക്കുന്ന ഒരാളായിട്ട് ഇയ്യോബ് മാറി. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹം മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാൻ ചെവി വേണ്ടതുപോലെ കൊടുക്കാത്തൊരു മനുഷ്യനാണ്. നാം പറയുന്ന പോലെ ഇയ്യോബ് തന്നെ കുറച്ചുനാൾ ഇരുന്ന് കഷ്ടം അനുഭവിച്ചു. തന്റെ ശരീരം പഴുത്തത് അദ്ദേഹം തന്നെ അത് ഓട് കഷ്ണം കൊണ്ട് ചുരുണ്ടുകയും ഒക്കെ ചെയ്തു. എന്നാൽ പിന്നെ കാണുന്നത് ഇയ്യോബിന്റെ 4 സ്നേഹിതന്മാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അതിൽ 3 പേര് സമപ്രായക്കാരാ, മറ്റൊരാള് അത്രയും പ്രായമില്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. 7 ദിവസം ഇയ്യോബിനോട് ഒന്നും പറയാതെ അവര് ഇയ്യോബിനോടൊപ്പം നിലത്തിരുന്നതായിട്ടാണ് കാണുന്നത്. 7-ാം ദിവസം അവർ വായു തുറന്ന് സംസാരിച്ചു തുടങ്ങി. അവർക്ക് സംസാരിച്ചു വന്നപ്പോൾ പലരും ഉപദേശിക്കേണ്ടത് പറഞ്ഞു, ഇയ്യോബെ, ഇങ്ങനെ നിനക്ക് സംഭവിച്ചുവെങ്കിൽ നിന്റെ ഭാഗത്തെ കുറവ് കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇയ്യോബ് തിരിച്ചു പറഞ്ഞു. അത് വലിയ വാദപ്രതിവാദത്തിലേക്ക് പോയി. ആ വാദപ്രതിവാദം വന്നപ്പോഴത്തേക്ക് ഈ വന്ന ആശ്വസിപ്പിക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് അത് പിടിവിട്ടുപോയി.
ഉടനെ ഇയ്യോബ് തന്നെ പറയുന്നത്, നിങ്ങളെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി പോലും എന്നെ ആശ്വസിപ്പിക്കാനൊന്നും, ഇപ്പൊ നിങ്ങൾ എന്റെ പുണ്ണിൽ പിന്നെ കുത്തി വേദനിപ്പിക്കുകയാണ്. അങ്ങനെ ആ 3 പേരെ നിശബ്ദരായി തീർന്നപ്പോൾ എലിഹു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ മുതിർന്നവർ സംസാരിക്കട്ടെ, വാർദ്ധക്യമുള്ള അതെ അവര് സംസാരിക്കട്ടെ എന്ന് ഞാൻ കരുതി, അതുകൊണ്ടാണ് ഞാൻ മൗനം പാലിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ 3 പേരെ നിഷ്പ്രഭരാക്കി തീർത്തു ഇയ്യോബ്, നിങ്ങളുടെ വായടച്ച് വാക്ക് മുട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇയ്യോബേ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഏലീഹു പറഞ്ഞു തുടങ്ങി. ഏലീഹു പറഞ്ഞു തുടങ്ങി വന്ന അതിൽ ചില കാര്യങ്ങൾ ഇയ്യോബിനെ സ്പഷ്ടമായി തൊട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് 36-ാം അധ്യായത്തിലാണ്. 36-ാം അധ്യായത്തില് സ്തോത്രം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ മുകളിൽ നിന്നുണ്ടെങ്കിൽ 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇയ്യോബിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഏലിഹു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ തന്നെ പൊതുവിലുള്ള കാര്യവും പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യം, അവൻ ദുഷ്ടന്റെ ജീവനെ രക്ഷിക്കുന്നില്ല, ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കുന്നു. നോക്കുക, ഏലിഹുവിന്റെ വാക്കാണ്, ദുഷ്ടന് വേണ്ടി ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഇത് പഴയ നിയമകാലത്താണ്. പുതിയ നിയമത്തിലാണെങ്കിൽ ദുഷ്ടന്മാർക്ക് കരുണ കാണിക്കുന്നത്. പഴയ നിയമത്തിലും ദുഷ്ടന്മാരോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാണ്, അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ മറ്റൊരു വാക്യമുണ്ട്, കണ്ണിന് കാഴ്ച ലഭിച്ചതായ മനുഷ്യൻ പറഞ്ഞു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നുള്ളതാണ്. കേൾക്കും, എന്നാൽ പിന്നത്തിൽ പാപത്തെ കുറിച്ച് അനുദപിച്ച് മനസാന്തരപ്പെട്ട് വരണം. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദുഷ്ടനെ ദൈവം എന്ത് ചെയ്യുന്നില്ല, അവന്റെ ജീവനെ രക്ഷിക്കുന്നില്ല, അവൻ പോയി അങ്ങ് പട്ടുപോട്ടെന്ന് വിചാരിക്കും. എന്നാൽ അടുത്തത്, ദുഃഖിതന്മാർക്കോ അവൻ ന്യായം പാലിച്ചു കൊടുക്കും. അങ്ങനെയെങ്കിൽ പറയാതെ പറയാണ്, ഇയ്യോബേ ഇയാളുടെ കയ്യിലെ ദുഷ്ടത്തരം കൊണ്ടായത് സംഭവിച്ചത്. മാനസാന്തരപ്പെടുന്ന അനുദപിക്കുന്ന ഏതൊരാൾക്കും ദൈവം ന്യായം പാലിച്ചു കൊടുക്കുന്നവനാണ്. അടുത്ത വാക്യം, സ്റ്റാർട്ട്. അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. ഒടുവിൽ ഒരു പൊതുതത്വം പറഞ്ഞു, നീതിമാന്മാരുടെ മേൽ ദൈവത്തിന്റെ കണ്ണുണ്ട്. അത് പഴയ നിയമത്തിൽ പല ഭാഗത്ത് പറഞ്ഞു, കർത്താവിന്റെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടം ഊടാടി സഞ്ചരിക്കുക ദൈവത്തിന്റെ കണ്ണ്. അങ്ങനെ സഞ്ചരിക്കുന്ന കണ്ണിൽ നീതിമാന്മാർ പെട്ടു. നീതിമാന്മാരെ കണ്ടാൽ ആ കർത്താവിന്റെ കടാക്ഷം നീതിമാന്മാരുടെ മേൽ നിന്ന് മാറ്റുകയില്ല. അവിടെ പറയാണ്, അവൻ ഒന്ന് വായിച്ച്, നീതിമാന്മാരിൽ നിന്ന് തന്റെ നോട്ടം ദൈവം മാറ്റുകയില്ല. അവരുടെ മേലുള്ള അനുകമ്പ, ഗ്രേഷ്യസ് കർത്താവ് മാറ്റുകയില്ല. എന്നാൽ എന്നിട്ടോ എന്ത് ചെയ്യും? അവർ നീതിമാനാണെങ്കിൽ വിദ്യാഭ്യാസം നോക്കുന്നില്ല, കഴിവ് നോക്കുന്നില്ല, പ്രാപ്തി നോക്കുന്നില്ല, മറ്റൊന്നും നോക്കുന്നില്ല, എവിടെ കൊണ്ടിരുത്തും? രാജാക്കന്മാരുടെ ഒപ്പം രാജസന്നിധിയിൽ ചെന്നെത്തുവാൻ തക്കണം ഇടയായിത്തീരും. സ്റ്റോപ്പ്. അന്ന് അദ്ദേഹം പറഞ്ഞ ആ സന്ദേശം ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളോട് കർത്താവിന് പറയുന്നത്, ദൈവത്തിന്റെ കടാക്ഷം ഒരു നീതിമാന്റെ മേലുണ്ട് എങ്കിൽ നിശ്ചയമായും ദൈവമായ കർത്താവ് തന്നെ ഉയർത്തി ഉന്നതന്മാരോടുകൂടി ഇരുത്തുവാൻ തക്കണം ഇടയായിത്തീരും. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ യോബിന്റെ പുസ്തകം വളരെ പഴയതാണ്. ഇതിന്ന് കടമെടുത്തതാണോ അതോ പിന്നെ ഹന്നായിന്ന് കടമെടുത്തതാണോ നമുക്ക് തോന്നും. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ ഹന്നായുടെ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രവചനാത്മാവിൽ പറയുന്നത്. അവിടെ ഹന്ന ഇതാ പറയുന്നു. സ്റ്റോപ്പ്. വളരെയേറെ നിന്ദിക്കപ്പെട്ട് പ്രയാസപ്പെട്ടതായി വന്ന് ആലയത്തിൽ വന്നപ്പോൾ അവിടെ ഒരു സ്വസ്ഥത ലഭിച്ചില്ല. ആശ്വാസം നൽകേണ്ടതായ പുരോഹിതൻ പോലും കണ്ണിന് കാഴ്ചയില്ലാതിരുന്നതുകൊണ്ട് ഹന്നായെ ഒരു നീച സ്ത്രീയായിട്ടാണ് ആദ്യം തനിക്ക് തോന്നിയത്, മനസ്സിലായത്. അതുകൊണ്ട് പുരോഹിതൻ പോലും ഹന്നായ്ക്ക് അനുകൂലമായി സംസാരിച്ചില്ല. എന്നാൽ പിന്നത്തേതിൽ അവിടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപദേശിച്ച് അദ്ദേഹം പുരോഹിതൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ ദൈവം അല്ലെങ്കിൽ ചെയ്യുന്ന പദ്ധതിയെക്കുറിച്ച് പറയുകയാണ്. 2-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം.
1 ശമൂവേൽ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. സ്റ്റോപ്പ്. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. നോക്കുക, ദൈവത്തിന്റെ പദ്ധതി. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. എന്നിട്ട് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസന അവകാശമായി നൽകുവാനും തന്നെ. എന്തിനു വേണ്ടിയിട്ടാ? ദരിദ്രനെയും ആരൊക്കെയാ? ദരിദ്രനെ പൊടിയിൽ നിന്ന് അഗതിയെയും ദരിദ്രനെയും ദൈവം താഴ്ചയിൽ നിന്ന് ഉയർത്തുന്ന എന്തിനു വേണ്ടിയിട്ടാ? എവിടെ ഇരുത്താൻ? അവിടുത്തെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാൻ തന്നെ. അപ്പൊ പ്രഭുക്കന്മാരോടുകൂടെ ദേശത്തിലെ പ്രഭുജനം ഇരിക്കുന്നത് നേരത്തല്ല, പൊടിയിലല്ല. അവർ ഉന്നതമായ സ്ഥലത്തിരിക്കുമ്പോൾ എളിയവരായ ദരിദ്രന്മാരായ ആളുകളെ ഉയർത്തി പ്രഭുക്കന്മാരോട് അവിടെ മഹിമാസനം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണശാലയിൽ നിന്നുള്ളതല്ല, മറിച്ച് അവിടെ രാജസന്നിധിയിൽ വിദ്വൽ സദസ്സിൽ അവരെ ഇരുത്തുന്നതായ ഒരു ദൈവം. ഹന്നാദാ പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇതാ ഏലിഹു അത് തന്നെയാണ് പറഞ്ഞത്. അവൻ നീതിമാന്മാരുടെ നിന്ന് തന്റെ കടാക്ഷം മാറ്റുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ അവൻ ഉയർത്തി എവിടെ ഇരുത്തും? രാജാക്കന്മാരോടുകൂടെ അവരുടെ ഒപ്പം തന്നെ സിംഹാസനത്തിൽ ഇരുത്തുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു കൂട്ടരെ കുറിച്ചുള്ളതായ അനുഭവമാണ്. എന്നാൽ അപ്പോൾ തന്നെ മറുഭാഗത്തുള്ളവരെ കുറിച്ചുള്ളതായ ഏലിഹുവിന്റെ വചനങ്ങൾ, അറിയിപ്പ് വായിക്കാം. താഴെ അടുത്ത വാക്യം, യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 7 മുതൽ. അതെ, അവൻ നീതിമാന്മാരിൽ തന്നെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോട് അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. അവർ എന്നേക്കും. അപ്പൊ ഒരു കൂട്ടർ അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. എന്നാൽ അടുത്ത നേരത്തെ ദുഷ്ടന്റെ കാര്യം പറഞ്ഞല്ലോ, ദുഷ്ടനെ കുറിച്ച് പറയുകയാണ് ഇവിടെ. ദുഷ്ടന്മാർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. സ്തോത്രം. അടുത്ത് പറയാണ്, മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിച്ചാൽ, നീതികേട് വിട്ടുതിരിഞ്ഞ് അനീതിയിൽ രസിച്ച് അനീതിയിലേക്ക് പോകുന്ന ആളുകളെ ദൈവം ചെയ്യുന്ന പദ്ധതിയാണ്. അവർ പറയുകയാണ്, അവൻ എന്ത് ചെയ്യും? അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടും, കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെടും. പാശം എന്ന് പറഞ്ഞാൽ കയറ്. അപ്പം മനുഷ്യനെ ദൈവം പിടിക്കുമ്പോൾ ചങ്ങലയിട്ട് പൂട്ടുമെന്ന. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ആനയ്ക്ക് ഇടച്ചങ്ങലയിട്ട് അല്ലെങ്കിൽ നടുച്ചങ്ങലയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിന്റെ ശബ്ദം കേൾക്കാം. വലിയ ചങ്ങല ശബ്ദം കേൾക്കുന്നു, റോഡിൽ കൂടെ കേൾക്കുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഒരു ആന ആ വഴിക്ക് പോവുക. കാരണം ആനയുടെ കാലിലും ദേഹത്തും മൊത്തം ചങ്ങലയാണ്. എന്നാൽ കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവൻ നമ്മുടെ മുമ്പിൽ കൂടെ പോയാൽ നമുക്കൊന്നും തോന്നത്തില്ല, കാണത്തില്ല. കാരണം ആ ചങ്ങല മറ്റൊരു ഗോചരമല്ല, കാഴ്ചയ്ക്ക് ലഭിക്കുന്നതല്ല. ആത്മദൃഷ്ടി പ്രകാശിച്ചൊരുവനാണെങ്കിൽ ആ ചങ്ങല കാണാൻ പറ്റും, കഷ്ടതയുടെ പാശം കാണാൻ പറ്റും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകും ഒരു പ്രകാരത്തിലൊരു മുന്നേറ്റമില്ല, ഒരു പ്രകാരത്തിൽ ഒരു നന്മയില്ല. തന്നെയല്ല കഷ്ടതയാണെങ്കിലോ ഒട്ടും മാറുന്നുമില്ല. അവിടെ പറയുകയാണ്, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ കഷ്ടതയുടെ പാശം എറിഞ്ഞ് പിടിച്ചു. ശരിക്കും മുന്നോട്ട് ഓടുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് ഓടിയപ്പോൾ കഷ്ടതയാകുന്ന പാശം, കാട്ടിൽ നിന്ന് കുതിരകളെ പണ്ട് പിടിക്കുന്നത് ഒരു കുതിരയുടെ പുറത്ത് കയറി മറ്റേ കാട്ടിലെ കുതിരയുടെ പുറകെ ചെന്നിട്ട് കുടുക്കെറിഞ്ഞ് പിടിക്കുമായിരുന്നു. ആനയെ പിടിക്കുന്നത് കുടുക്കെറിഞ്ഞല്ല, കുഴി കുഴിച്ചായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ കുഴി കുഴിച്ച് പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ കഷ്ടതയുടെ പാശങ്ങളാൽ അവർ പിടിക്കപ്പെട്ടാൽ കഷ്ടതയാകുന്ന കയറ് എടുത്തെറിഞ്ഞ് അതിൽ അവരെ കുരുക്കി പിടിച്ചു. അങ്ങനെ ആ പിടിക്കപ്പെടുന്നത് മറ്റുള്ളവരാരും അറിയുന്നില്ല. പക്ഷെ പിടിക്കപ്പെടുന്ന വ്യക്തിക്ക് മനസ്സിലാകും, ഞാൻ കഷ്ടതയാൽ പിടിക്കപ്പെട്ടു. സ്തോത്രം. അങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? എന്ത് ചെയ്യും?
പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും ആ കിടക്കുന്ന കിടപ്പിൽ ആ സമയങ്ങളിൽ ദൈവം അവർക്ക് അവരുടെ പ്രവൃത്തി കാണിച്ചു കൊടുക്കും. അവർ ചോദിക്കണം, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? എന്റെ കുറ്റമാണോ, വീട്ടുകാരുടെ കുറ്റമാണോ, നാട്ടുകാരുടെ കുറ്റമാണോ, എന്തുകൊണ്ട്, വൈ ഇറ്റ്സ് ഹാപ്പൻ, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അപ്പൊ അകാരണമെന്ന് തോന്നി ഞാൻ കഷ്ടത അനുഭവിക്കുന്നു, പ്രശ്നത്തിലായിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, അകാരണമായി തങ്ങളുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ പിടിക്കപ്പെടാൻ യാതൊരു കാരണമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നുവെങ്കിൽ അവർ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാണ്, അവൻ അവർക്ക് അവരുടെ പ്രവൃത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള അവരുടെ പ്രവൃത്തിയും ദൈവം അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചങ്ങലകളാൽ ഒരു മനുഷ്യനെ പിടിക്കുന്നുവെങ്കിൽ, കഷ്ടതയുടെ കയറുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അതിനകത്ത് കുരുക്കിയിട്ടിരിക്കുന്നുവെങ്കിൽ, ആ കിടക്കുന്ന കിടപ്പിൽ ദൈവം അവർക്ക് നല്ല ബുദ്ധി കൊടുക്കും. മുൻപായിരുന്നു കാരാഗ്രഹം, ജയിൽ എന്നൊക്കെ പേര്. കുട്ടികൾ കിടക്കുന്ന ജയിലിന്റെ പേര് ദുർഗുണ പരിഹാര പാഠശാല എന്നായിരുന്നു. ദുർഗുണ പരിഹാര പാഠശാല. ഇപ്പോഴും ജയിലിന്റെ പേര് മാറി, മറ്റൊരു പേരിലായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. അത് മനുഷ്യരെ അവരെ നല്ല വഴിയിലേക്ക് തിരിക്കുന്ന ഒരു റെസ്ക്യൂ ഷെൽട്ടർ പോലെയാണ് ഇപ്പോഴത്തെ പേര്. അപ്പോൾ കഷ്ടതയുടെ പാശങ്ങളാൽ അവർ ബന്ധിക്കപ്പെട്ട് അവർ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് ആർക്കും, ഏതൊരാൾക്കും സംഭവിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു. അങ്ങനെ ചോദിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം അവർക്ക് ഏതൊരാൾക്കും ആ സംഭവിച്ചതിന്റെ കാരണം, അതിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കും. സ്റ്റോപ്പ്. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ വ്യക്തിപരമായി ദൈവത്തോട് ചോദിച്ചാട്ടെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ കഷ്ടത്തിലായി, എന്തുകൊണ്ട് ഞാൻ പഠിച്ചില്ല, എന്തുകൊണ്ട് ചോദിച്ചാൽ നിശ്ചയമായും ദൈവമായ കർത്താവ് നമുക്ക് അതിനുള്ള വഴി പറഞ്ഞു തരും. എനിക്കറിയാവുന്നതായ ഒരു കുടുംബം, 2 ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്. ഭർത്താവ് ഒരു വലിയ കമ്പനിയുടെ മാനേജറായിരുന്നു. അദ്ദേഹത്തിന് കൂടിയാണ് സകല കാര്യങ്ങൾ നടന്നത്. പർച്ചേസ്, ദെൻ അതിന്റെ സെയിൽസ്, ബില്ലിങ്, എല്ലാ കാര്യങ്ങളും നടന്നു. അദ്ദേഹം പൊതുവിലൊരു വിശ്വാസി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പുകവലിക്കത്തില്ല, മറ്റു ദുശീലങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ഒത്തിരി പേര് നോക്കി. കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ കൊട്ടേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. പക്ഷെ ഇദ്ദേഹം കൈക്കൂലി വാങ്ങാത്തൊരു മനുഷ്യനായിരുന്നു. പലരും അപ്പൊ സ്റ്റേഷനറികൾ കൊടുക്കുന്ന കമ്പനിക്കാർ വന്നു ആ ഓഫീസിലേക്ക് ആവശ്യമായ, ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സ്റ്റേഷനറികൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം അതിന്റെ ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് മീതെ ആളുകളുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അങ്ങനെ വന്നപ്പോൾ ഒരു കമ്പനിക്ക് അദ്ദേഹം കൊട്ടേഷൻ പാസ്സാക്കി. മറ്റൊന്നും ഓർത്തുകൊണ്ടല്ല, അവരുടെ ജെനുവിനാണെന്ന് തോന്നി, മനസ്സിലായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു. പക്ഷെ അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ ഒരു ജീപ്പ് വന്നു നിന്നു. ആ ജീപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുവാൻ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും, എന്തിനധികം യൂണിഫോം, ഷൂസ്, ബാഗ്, കൊട, പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ, മഷി, റബ്ബർ, പേന എന്നു വേണ്ട ജോമെട്രി ബോക്സ് ഉൾപ്പെടെ സകലതും. ആ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ആ കാലത്ത് ഈ പുസ്തകങ്ങൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരു പരിപാടിയില്ലായിരുന്നു. പൊതിയും, അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെയാണ് ഞങ്ങളൊക്കെ പൊതിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കാർബൺ പേപ്പർ, അല്ല കാർബൺ എന്നല്ലേ അതിന് മറ്റൊരു പേരാണ്, കാർബൺ പേപ്പറിൽ അത് എഴുതാൻ ഉപയോഗിക്കുന്നതാണല്ലോ. റോളായിട്ട് കിട്ടുന്നതായ പേപ്പർ ഇപ്പം ബുക്ക് പൊതിയാൻ വേണ്ടി, ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിന്റെ വലിയ റോൾ ഉൾപ്പെടെ
നല്ലൊരു തുകയ്ക്കുള്ള സാധന സാമഗ്രികൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു. അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് ഭാര്യ അകത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം ചൂടായെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതായതുകൊണ്ട് അദ്ദേഹം പിന്നൊന്നും പറഞ്ഞില്ല. ഏതായാലും അത് തുടർമാനമായി നടന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ, ഈ കമ്പനിയുടെ സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരുന്നു, കബളിപ്പിക്കപ്പെടാത്ത. അതുകൊണ്ട് ഈ ഓഫീസർ ഇതെല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ വിദ്യാഭ്യാസത്തിന് വന്ന് പഠനത്തോട് വന്ന് 10ാം സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ, അത് SSLCക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് തോക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിയുണ്ട്, കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം നല്ല മാർക്ക് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. പക്ഷേ പരീക്ഷയിൽ ഈ കുട്ടികൾ തോൽക്കാൻ തുടങ്ങി. അവരെ ട്യൂട്ടോറിയൽ കോളേജുകളിൽ വിട്ടു. നല്ലൊരു തുക ചെലവായി. ആ സമയത്ത് ഇവർ പലരോടും ഇത് ചോദിച്ചറിയാൻ വേണ്ടി പോയി. പള്ളിയിൽ പോകുന്നവരാണെങ്കിലും ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ കണ്ണേറുണ്ടെന്നോ അല്ലെ കൺദോഷമുണ്ട്, കൂടോത്രമുണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ ഇവിടേക്ക് അന്വേഷിക്കാൻ പോയി. എന്നാൽ അവിടേക്ക് ചെന്നിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. എന്നാൽ ഒടുവിൽ ഒരു ദൈവദാസന്റെ പക്കൽ വീഴ്ത്തി, പെന്തക്കോസ്ത് പാസ്റ്റർ അടുത്തെത്തി. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പോയതൊന്നുമല്ല, എങ്ങനെയോ ദൈവം അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. കുടുംബത്തിലെ കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ, കുഞ്ഞുങ്ങളുടെ തോൽവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ദൈവദാസന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി, ഇവൻ പുറമേ നല്ല ഭക്തനാണ്, ഭക്തനായിട്ട് അവൻ അഭിനയിക്കുകയാണ്, ഭക്തനാണ്, പക്ഷേ കൈക്കൂലി വാങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം, ഈ ദൈവദാസൻ ചോദിച്ചു, അല്ല സാറേ, സാറിന്റെ മക്കളൊക്കെ പഠിത്തത്തിൽ തോറ്റുപോകുന്നല്ലോ, ഇതിനെക്കുറിച്ച് എന്ത് മനസ്സിലായി? പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അല്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, പിന്നെന്താ തോൽക്കുന്നേ? അറിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എടുത്തു വായിച്ചു, താങ്കൾ കൈക്കൂലി വാങ്ങുന്ന ഒരാളാണോ? അദ്ദേഹം പൊട്ടിത്തെറിച്ചു, ഇല്ല, ഞാൻ കൈക്കൂലി വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം ക്ഷോഭിച്ച് വശായി അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഈ ഭാര്യ എഴുന്നേൽക്കുന്നേ ഉള്ളൂ. ഭാര്യയെ, ഈ ദൈവദാസനും ഭാര്യയും കൂടെ നിർത്തി പറഞ്ഞു, സഹോദരി ഒന്ന് നിൽക്കണേ. അദ്ദേഹം ക്ഷോഭിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിന്റെ പക്കൽ പാപമുണ്ടെന്ന് പറഞ്ഞു. തന്നെയല്ല, കൈക്കൂലി വാങ്ങുന്നില്ലേ? അത് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ കൈക്കൂലി എന്ന് പറഞ്ഞ് പോക്കറ്റ് പണമായിട്ടല്ലായിരിക്കും വാങ്ങുന്നത്, അതിന് മറ്റ് പാരിതോഷികം നിങ്ങൾ വാങ്ങുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഓഫീസ് തലത്തിൽ ലഭിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും നാള് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലേ? നിങ്ങളുടെ ശമ്പളം പോരായിരുന്നോ? ആ ശമ്പളം നിങ്ങളിപ്പോൾ സേവ് ചെയ്തില്ലേ? നിങ്ങളുടെ കുട്ടികൾക്ക് ഫീസ് നോട്ട്ബുക്ക്, മറ്റു കാര്യങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും ലഭിച്ചപ്പോൾ ആ പണം നിങ്ങൾ ചെലവായില്ലല്ലോ, അത് നിങ്ങൾ സേവ് ചെയ്തില്ലേ? അതും അതിന്റെ അമരവും പുറപ്പെട്ട ചെലവായ ശേഷം മാത്രമേ നിങ്ങളുടെ കുട്ടികൾ ജയിക്കൂ. അതുകൊണ്ട് ആ വിവരം ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ ഭാര്യ, ഇദ്ദേഹം പിന്നത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് സൂചിപ്പിച്ചു, നമ്മൾ കൈക്കൂലി വാങ്ങുന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള പാരിതോഷികം വാങ്ങി ചെയ്യുന്നത് ദൈവമുമ്പാകെ ശരിയല്ല എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ഭാര്യയും ദൈവമുമ്പാകെ നിലവിളിക്കുവാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഈ കാര്യം ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണർത്തിച്ചത് അതിന് സമർപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് തന്റെ ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ എന്റെ വീട്ടിലേക്ക് നിങ്ങളുടെ വാഹനം വരരുത്, നിങ്ങളുടെ ഒരു സാധനവും എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. അവർ പേടിച്ചു പറഞ്ഞു, സാർ അത് കൈക്കൂലിയല്ല, ഞങ്ങളുടെ സന്തോഷം, അതൊക്കെ ശരിയാ, അപ്പം ഞങ്ങളുടെ കോൺട്രാക്ട് പോയില്ല, നിങ്ങളുടെ നല്ല സാധനമായതുകൊണ്ട് ഞാനിത് ഒഴിവാക്കിയോണ്ട് നിങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞു. ആ സ്ഥാപനവുമായിട്ട് തന്നെ അതിന് പിന്നിലുള്ള ഡീലെല്ലാം നടന്നു. നോക്കുക, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. ഇയ്യോബിന്റെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും ദൈവം കാണിച്ചു കൊടുത്തു. ഒടുവിൽ നമ്മൾ അങ്ങനെ കാണുന്നത്. ഇവരാരും ഈ 4 പേര് പറഞ്ഞിട്ടും ഇയ്യോബ് ഒന്നും സമ്മതിച്ചില്ല. പക്ഷേ
ഒടുവിൽ ദൈവം വന്ന് നേർക്കുനേരെ സംസാരിച്ചപ്പോഴാണ് ഈ ഭാഗം സമ്മതിപ്പാൻ തൊക്കെ ഇടയായി തീർന്നു. എന്നിട്ട് പറയാണ്, അവൻ അവർക്ക് അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്ത് പറയും? വായിച്ച് അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കും. നോക്കുക, അവൻ അവരുടെ ചെവി പ്രബോധനം. അപ്പൊ കാലിൽ ചങ്ങല വീഴുമ്പോൾ, കയ്യിൽ ചങ്ങല വീഴുമ്പോൾ, കയറ് കൊണ്ടുള്ള കെട്ട് വീഴുമ്പോൾ ദൈവം ചെയ്യുന്നത് അവരുടെ ചെവിയെ ദൈവം തുറക്കും. അതുവരെ അവർ ചെവി അടഞ്ഞ പൊട്ടയണിലിയെ പോലെ ആയിരുന്നു. ദൈവശബ്ദം അവർക്ക് കേട്ടില്ല, ദൈവത്തെ അനുസരിച്ചില്ല, ദൈവ വഴിയെ നടന്നില്ല. അതുകൊണ്ട് അവർ കഷ്ടതയിലാകുവാനിടയായി തീർന്നു. അതിന് കാര്യം, ദൈവത്തെ അനുസരിക്കാതെ പോയതിന് കാരണം അവരുടെ പക്കൽ ജീവശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ കാണുന്നത്. യെശയ്യാവിന്റെ പുസ്തകം നമുക്ക് എടുക്കാം. അതിന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. മനുഷ്യർ എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ചെയ്യാതിരിക്കുന്നെന്ന് ചോദിച്ചാൽ, സ്തോത്രം, യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവരുടെ പക്കൽ ജീവശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ജീവശക്തി ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു? വഴിയുടെ ദൂരം കൊണ്ട് അവർ തളർന്നുപോയി എങ്കിലും അത് നിഷ്ഫലമെന്ന് പറയുവാൻ തൊക്കെ ഇടയായിട്ടില്ല. വഴിയുടെ ദൂരം കൊണ്ട് അവർ തളർന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ, അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവര്, സ്തോത്രം, തളർന്നു. എങ്കിലും എന്ത് ചെയ്തില്ല? അവരുടെ പക്കൽ ജീവശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പിന്നെ ഓടുവാൻ തക്കണം ഇടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായത്തിന്റെ 10 വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 10 വാക്യം. സ്തോത്രം. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞു. ഇവിടെ പറയുന്നത് വഴിയുടെ ദൂരം കൊണ്ട് തളർന്നുപോയി. ഒത്തിരി പേര് വഴിയുടെ ദൂരം കൊണ്ട് തളർന്നു പോകുന്നുണ്ട്. എന്നാൽ അത് നിഷ്ഫലമാണെന്ന് നീ പറഞ്ഞില്ല. എന്താ കാര്യം? നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി എന്തുണ്ടായിരുന്നു? നിന്റെ പക്കൽ ജീവശക്തിയുണ്ട്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാലം വരെ, അത് വയസ്സാകുന്നവരെ, വൃദ്ധനാകുന്നത് വരെ എന്നുള്ളതല്ല, എല്ലാവരുടെ അകത്തൊരു ഉൾബലമുണ്ട്, അകത്തൊരു ശക്തിയുണ്ട്. അതിനാണ് അവൻ കടുപ്പക്കാരനാന്ന് പറയും. സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരു ചങ്കാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിശ്ചയദാർഢ്യവും ഒന്നും കൊണ്ട് കുരുങ്ങാത്തവരെ ഇരട്ടച്ചങ്കരെന്നും 3 ചങ്കരെന്നും 5 ചങ്കരെന്നൊക്കെ പറയും. കാരണം അതുപോലെ ഉറപ്പാ. എന്ത് വന്നാലും പതറത്തില്ല. നമ്മുടെ നാട്ടിൽ പോലെ പാലം കുലുങ്ങി വന്നാലും കേളം കുലുങ്ങുക എന്ന് പറഞ്ഞ പോലെ എന്തു വന്നാലും ഇവർ കുലുങ്ങാത്ത അനുഭവമുള്ളൊരു മനുഷ്യർ. അവരെക്കുറിച്ച് പറയാണ്, വഴിയുടെ ദൂരം കൊണ്ട് അവർ തളർന്നു. തളർച്ചയൊക്കെ ഉണ്ട്, എങ്കിലും അത് നിഷ്ഫലമാണ്, പ്രയോജനമല്ലാത്ത എന്നൊരു പറയത്തില്ല. കാര്യം, അവരുടെ പക്കൽ ജീവശക്തിയുണ്ട്. ജീവശക്തി, ഉൾബലമുണ്ട്, ഒരു ഉൾക്കരുത്തുണ്ട്. ആ കരുത്തുള്ളത് കൊണ്ട് എന്തു വന്നാലും പതറാതെ നിൽക്കുകയാണ്. നഷ്ടം വരട്ടെ, കഷ്ടം വരട്ടെ, പ്രയാസം വരട്ടെ, പ്രതികൂലം വരട്ടെ, രോഗം വരട്ടെ, ഛേദം വരട്ടെ, ഇനി കൊടുങ്കാറ്റും തിരമാലയും എല്ലാം കയറി വരട്ടെ, തീ പിടിക്കട്ടെ, നോ പ്രോബ്ലം, അനങ്ങത്തില്ല ആള്. അതിന് കാരണം ജീവശക്തി. ഉൾക്കരുത്തുള്ളവൻ അനങ്ങത്തില്ല. എന്നാൽ ദൈവം അടുത്തവരോട് ചോദിക്കുന്ന, അവരോട് പറയുന്ന ഒരു ആലോചനയുണ്ട്. അടുത്ത വാക്യം, കപടം കാണിക്കുവാനും ദൈവത്തെ ഓർക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാതെ ഇരുന്നത്. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തെ കൂട്ടാക്കിയില്ല, ശങ്കിച്ചില്ല. നീ ആരെയാ ഭയപ്പെട്ടത്? ആരെയാ നീ ശങ്കിച്ചത്? എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ. സ്തോത്രം. ഈ ഉടനടി എന്ന് പറഞ്ഞ പരിപാടി ദൈവത്തിന്റെ പക്കലില്ല, എല്ലാരിലും. നമ്മളൊക്കെ ആണെങ്കിൽ നിസാര കാര്യത്തിന് ഉടനടിയാ. എന്നാൽ ദൈവം അങ്ങനല്ല. എല്ലാം കൂടെ കൂട്ടി വെച്ച് ഒടുവിൽ പിടിക്കും. അത് പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്തങ്ങ് കൊടുക്കുക. അതുകൊണ്ട് ആരംഭ സമയത്തൊന്നും എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടത്തില്ല, മനസ്സിലാകത്തില്ല.
ഇവിടെ ഇതാ ദൈവം പറയുകയാണ്, വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയെങ്കിലും നിഷ്ഫലമാണെന്ന് പറഞ്ഞില്ല. പറയാതിരിക്കാൻ കാരണം എന്താ? നിന്റെ പക്കൽ ജീവശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ കൂട്ടാക്കാറ്, മനുഷ്യരെ കൂട്ടാക്കാറ്, സമൂഹത്തെ കൂട്ടാക്കാറ് നീ ജീവിച്ചത്. കാരണം നിനക്ക് ചോദ്യം ചെയ്യുവാൻ, അഹങ്കരിക്കുവാൻ ആവശ്യമായൊരു ബലമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പറയാണ്, നീ എന്ത് ചെയ്തു? സ്തോത്രം. നിന്റെ കൈവശം ജീവശക്തി അതുകൊണ്ടാണ് നീ എന്ത് ചെയ്തു? നീ കപടം കാണിച്ചു. കള്ളത്തരം ചെയ്തിട്ട് ആ കള്ളത്തരം മുഴുവൻ വെള്ളയാക്കി മാറ്റി. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചു. പക്ഷെ അസത്യം തന്നെയാണ്. അണികൾ ആ അസത്യത്തെ സത്യമാക്കി മാറ്റി. മറ്റുള്ളവരെ മുഴുവൻ കള്ളന്മാരാക്കി മാറ്റി. നേര് പറഞ്ഞവരെ എല്ലാം പിടിച്ചുപദ്രവിച്ചു, തടവിലാക്കി, അവർക്കെതിരെ നടപടിയെടുത്തു. എന്നിട്ട് അണികളെ കൊണ്ട് പറഞ്ഞു ഫലിപ്പിച്ചു, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾക്കുള്ള ആള്. കുഴപ്പക്കാരനല്ല, ഈ പറയുന്നവരാ കുഴപ്പക്കാരൻ. ഒടുവിൽ അതെല്ലാവരും വിശ്വസിപ്പാനിടയായി തീർന്നു. അങ്ങനെ പറയുന്നത്, നീ കപടം കാണിക്കുവാനും എന്നെ ഓർക്കുകയോ ദൈവത്തെ കൂട്ടാക്കുകയോ ചെയ്തില്ല. ഇന്ന് മനുഷ്യക്കടത്ത് നടത്തുന്ന പലരും ദൈവത്തെ ഓർക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. എന്റെ മകളെ പോലെ, എന്റെ ഭാര്യയെ പോലെ, എന്റെ മകനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ, എനിക്കുള്ളവരെ പോലെ ആണ് ഈ മനുഷ്യൻ, ഈ പുരുഷൻ, ഈ സ്ത്രീ. അതുകൊണ്ട് ഇവരെ കഷ്ടപ്പെടുത്തരുത്, ഇവർക്ക് നഷ്ടം വരുത്തരുത്, ഇവരുടെ ജോലി അവരുടെ വേതനം കുറയ്ക്കരുത്, ജോലി സമയം കൂട്ടരുത്. ഇതെല്ലാം ദൈവം കാണുന്നു എന്നൊരു ചിന്തയുണ്ടായില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, നീ എന്നെ ഓർക്കുകയോ ദൈവത്തെ കൂട്ടാക്കുകയോ ചെയ്തില്ല. സ്തോത്രം. ദൈവത്തെ ഓർത്തില്ല, ദൈവഭയം ഉണ്ടായില്ല. തന്നെയല്ല, ദൈവം പറഞ്ഞു പലപ്പോഴും, എന്ത് ചെയ്തില്ല? ദൈവത്തെ കൂട്ടാക്കിയതുമില്ല. എന്നിട്ടോ ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരുന്നത്. അപ്പൊ ഉടനടി ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ, ന്യായവിധി ലഭിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? തിരിഞ്ഞു വന്നേനെ എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു വാക്യം. സ്തോത്രം. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 33-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ നമുക്ക് ഒരു വ്യക്തിയെ കാണാം. നമ്മൾ പൊതുവിൽ മനുഷ്യരെ കുറിച്ചുള്ള ദൂത ആലോചനയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇവിടെ ഇതാ ഒരു പ്രത്യേക മനുഷ്യൻ, ഒരു രാജാവാണ്. ആ രാജാവിനെ കുറിച്ചുള്ള കാര്യം ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 33-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എ സർട്ടൻ മാൻ, എ സർട്ടൻ കിങ്, ഒരു രാജാവ്. ആ രാജാവിനെ കുറിച്ച് നമുക്ക് നോക്കാം. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 33-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു. നോക്കുക, യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നിട്ടല്ലയോ നീ എന്നെ ശങ്കിക്കാതിരുന്നത്. എന്നാൽ ഇവിടെ ഇതാ മനശ്ശ എന്ന ഇസ്രയേൽ രാജാവിനോട് ദൈവം പലപ്പോഴും സംസാരിച്ചു. എങ്ങനെയൊക്കെ സംസാരിച്ചത്? യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു. രാജാവിനോടും പ്രജകളോടും ദൈവം സംസാരിച്ചു. എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. എന്ത് ചെയ്തില്ല? അവര് ഇപ്പൊ പറഞ്ഞൊന്നും കേട്ടില്ല. ദൈവം നേര് സംസാരിച്ചു, തന്റെ ദാസന്മാരെ വിട്ട് സംസാരിച്ചു. ഇതൊന്നും മനസ്സ ശ്രദ്ധിക്കുവാൻ തക്കണം ഇടയായി തീർന്നില്ല. അങ്ങനെ സ്തോത്രം. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. കേൾക്കണമേ, എന്ത് സംഭവിച്ചു? മനശ്ശെ എന്ന ഈ രാജാവ് 12-ാമത്തെ വയസ്സിൽ, 12-ാമത്തെ വയസ്സിൽ രാജാവായി തീർന്ന ഒരാളാണ് മനശ്ശെ എന്ന ആള്. എന്നാൽ ആ മനുഷ്യൻ തന്റെ പിതാവിനെ പോലെ സ്തോത്രം ആയിരുന്നില്ല, മറിച്ച് പല ഇസ്രയേൽ രാജാക്കന്മാരെ പോലെ ബഹുദൈവ വിശ്വാസിയായി മാറി. ദൈവത്തിന്റെ ആലയത്തിൽ ഒത്തിരിയേറെ ദോഷം ഈ മനശ്ശെ ചെയ്തു. ദൈവത്തെ കോപിപ്പിച്ചു. ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് ദൈവം നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ തന്നെ ദാസന്മാരെ പലപ്പോഴായിട്ട് അവിടെ
അയക്കുവാനിടയായി തീർന്നു. എന്നാൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. അങ്ങനെ മനസ്സ് യഹോവ ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിക്കുവാൻ അധികം വഷളത്വം രാജാവ് ചെയ്യുക. ആ വഷളത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? തന്റെ ദാസന്മാരെ അവരോട് അയച്ചത്. അവിടെ വായിക്കുകയാണ്, വഷളെന്നും പ്രവർത്തിക്കുവാൻ തക്കവണ്ണം യഹൂദയെയും യെരുശലേം നിവാസികളെയും തെറ്റുമാറാക്കി എന്ന് പറഞ്ഞാൽ അവരെ അഴിച്ചുവിട്ടു. എന്ത് ദോഷം ചെയ്താലും ഒരു കുഴപ്പമില്ല. കൊന്നാലും കുഴപ്പമില്ല, നശിപ്പിച്ചാലും കുഴപ്പമില്ല, തീ വച്ചാലും കുഴപ്പമില്ല. എന്ത് പാപോ എന്ത് അധർമ്മം ആരും ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു സ്ഥിതി വന്നു. കൊള്ളയടിക്കാം, മോഷ്ടിക്കാം, എന്തും ചെയ്യാം. കാരണം രാജാവും തന്നിഷ്ടപ്രകാരം ജീവിക്കുക. പടയാളികളൊക്കെ നോക്കൂത്തികളായി മാറി. നിയമം അതിന്റെ വഴിക്ക് പോയി. സാധുക്കളും ബലഹീനരുമായവർ അധികം പീഡിപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. ജനം ദൈവത്തോട് നിലവിളിച്ചു. ജനം ദൈവത്തോട് നിലവിളിക്കുന്ന ആ നിലവിളിയെങ്കിലാണ് ദൈവം ഇവരെ മടക്കിക്കൊണ്ടുവരാൻ തക്കണം തന്റെ ദാസന്മാരെ അയക്കുവാനിടയായി തീർന്നത്. എന്നാൽ എന്ത് ചെയ്തില്ല? അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജനങ്ങളെ പാപത്തിലേക്ക് നടത്തി നേർവഴി തെറ്റിച്ചു കളഞ്ഞ് അനീതിയിലേക്കും അശുദ്ധിയിലേക്കും ജനത്തെ പറഞ്ഞുവിട്ട കുതിര പടക്ക് പായുന്ന പോലെ ഓരോരുത്തൻ താന്റെ വഴിക്ക് തിരിഞ്ഞു എന്നാണ് മറുഭാഗത്ത് നമ്മൾ കാണുന്നത്. അങ്ങിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? 10-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ വാക്ക് അവർ കേൾക്കാതെ വന്നപ്പോൾ ദൈവം അയൽ രാജ്യക്കാരന അശ്ശൂർ രാജാവിനെ ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിട്ടു. ദൈവം അനുകൂലമെങ്കിൽ ആരും പ്രതികൂലമല്ല. ദൈവം പ്രതികൂലമാണെങ്കിലോ ഇനി ആരെല്ലാം അനുകൂലമായി നിന്ന ഒരു കാര്യവുമില്ല. അങ്ങനെ വന്നുകൊണ്ട് ദൈവം ഇവർക്ക് പ്രതികൂലമായിരുന്നുകൊണ്ട്, ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രതികൂലമായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? അശ്ശൂർ രാജാവ് വന്നു. അവർ മനസ്സയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിൽ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ മനസ്സ യുദ്ധസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പൊ കൊളുത്തെറിഞ്ഞ് പിടിക്കും. ഈ ചില സ്ഥലത്തെ ആളുകൾ, പ്രത്യേകിച്ച് തീരദേശത്തുള്ള, ഇപ്പോഴാണ് പരിപാടിയൊന്നുമില്ല, പണ്ട് ഒരു തീരദേശ സുവിശേഷ പ്രവേളിക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞു, അവര് ഏറ് ചൂണ്ടയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ എറിഞ്ഞു പിടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോഴതൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ കാര്യമാണ്. എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വന്ന ആളുകൾ ചൂണ്ടയും കൊളുത്തും ഇങ്ങനെയുള്ള സാധനങ്ങളുമായി വന്നിട്ട് ഓടി രക്ഷപ്പെട്ട മനസ്സ് എന്ന രാജാവിനെ ചൂണ്ടയും കൊളുത്തും എറിഞ്ഞ് പിടിച്ചു. നാം വായിക്കുന്നവർ കൊളുത്തുകളാൽ എങ്ങനെയായിരുന്നു? കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങല ഇട്ട് ബാബേലിലേക്ക് നടത്തിക്കൊണ്ടുപോയി. അങ്ങനെ നടത്തിക്കൊണ്ട് പോയ വഴിക്ക്, അതാണ് നാം ആദ്യം വായിച്ചത്, അവർ ചങ്ങലകളാൽ പിടിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ ബന്ധിക്കപ്പെടുമ്പോൾ, ചങ്ങലകളാലും കഷ്ടതയുടെ പാശങ്ങളാലും പിടിക്കപ്പെടുമ്പോൾ അവർക്ക് അഹങ്കരിച്ചു പോയ പ്രവൃത്തിയും അവരുടെ ദോഷവും വെളിപ്പെടുത്തി കൊടുക്കുന്ന. ഇവിടെ ഇതാ നോക്കുക, ചങ്ങലകളാൽ പിടിച്ച് കൊളുത്തുകളാലിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. മനശ്ശെ രാജാവും നടന്ന്, ഇതുവരെ കുതിരപ്പുറത്തും രഥത്തിന് സഞ്ചരിച്ച രാജാവ് ഇപ്പം ഒരു അടിമയെ പോലെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി തല കുനിഞ്ഞ് ബാബേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മറ്റു രാജാവ് പിടിച്ചോണ്ട് പോവുക അടിമയായിട്ട്. എന്നാൽ ആ പോണ പോക്കിൽ എന്ത് സംഭവിച്ചു? കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. സ്തോത്രം. നല്ല കാലത്ത് ദൂതുമായി വന്നപ്പോൾ കർത്താവിനെ അനുസരിപ്പാൻ മനസ്സയ്ക്ക് മനസ്സായില്ല. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, വിദ്യാഭ്യാസമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ ദൈവവചനവുമായി സുവിശേഷ വേലക്കാരന്മാരും വേലക്കാരത്തികളും അനേകരുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് കർത്താവിനെ വേണ്ട. അവരുടെ മതത്തിന്റെ പള്ളിയിലും അമ്പലത്തിലും ആ മോസ്കിലും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലും അതിലെ വലിയ കാര്യങ്ങളിലും
വീറോടെ നിൽക്കുന്നവരെ കാണാൻ സാധിക്കും. നല്ല കാര്യം പറഞ്ഞ് ദൈവത്തിന്റെ വചനം ഇതാണ്: മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ജീവിതം ഒന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് കൽപ്പാന്ത കാലത്തോടുള്ളതായ വീണ്ടുമുള്ളതായ അതല്ല, പുനർജന്മമല്ല, മറിച്ച് അത് നിത്യതയിൽ ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണെന്ന കാര്യം പറഞ്ഞു ചെല്ലുന്ന സുവിശേഷകരെ ആർക്കും വേണ്ട, പലർക്കും വേണ്ട. കാരണം അവർക്ക് പള്ളിയുണ്ടല്ലോ, അമ്പലമുണ്ടല്ലോ, മോസ്ക് ഉണ്ടല്ലോ. പിന്നെന്തിനാ യേശു? പിന്നെന്തിനാ രക്ഷിക്കുന്ന യേശുവിനെ? പലരും പറഞ്ഞത് വിദേശ മതമൊന്നും അല്ല. പലസ്തീൻ ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള സ്ഥലമാണ്. സായിപ്പിന്റെ ഇറക്കുമതി അല്ലിത്. സകല മാനവജാതിക്കും വേണ്ടി ഭൂമിയുടെ നടുഭാഗത്താണ് കർത്താവ് യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മരിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. സ്തോത്രം. ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ സുവിശേഷവുമായി കയറി വരുന്ന കർത്തൃദാസന്മാരെ ആട്ടിയിറക്കരുത്. അവര് പറയുന്ന ദൈവത്തിന്റെ വചനം ശബ്ദം നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ വരാമാകുന്ന ആപത്തുകളും അനർത്ഥങ്ങളിലും ഒഴിവാക്കപ്പെടും. ഇനി അഥവാ ഒഴിവായില്ലെങ്കിൽ തന്നെയും ആത്മാവ് നിത്യ നരകത്തിൽ പോകാതെ വിടുവിക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീരും. സ്തോത്രം. ഇപ്പൊ ഇതാ നമ്മുടെ കഥാപുരുഷൻ മനശ എന്ന രാജാവ് ബാബേലിലേക്ക് ചങ്ങലകളാൽ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന ആ വഴിക്ക് സ്വർഗത്തിലേക്ക് മുഖമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായിട്ടു. കഷ്ടങ്ങൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. കയ്യിലും കാലിലും ഒക്കെ ചങ്ങല വീണപ്പോഴാണ് പുള്ളിക്ക് പ്രാർത്ഥന വന്നത്. അതിനു മുമ്പ് പ്രാർത്ഥന വേണ്ട. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കണ വേണ്ട, ദൈവദാസിമാരെ വേണ്ട, പാസ്റ്റർമാരെ വേണ്ട, ദൈവസഭ വേണ്ട. എന്നാൽ കഷ്ടത വരട്ടെ, ക്യാൻസർ വരട്ടെ, കടഭാരം വരട്ടെ, ഞെരുക്കം വരട്ടെ, കിഡ്നി പ്രോബ്ലം വരട്ടെ, മറ്റു പ്രതികൂലങ്ങൾ വരട്ടെ, സ്തോത്രം, പാമരത്തിന്റെ അന്തഃഛിദ്രം വരട്ടെ, ഡിവോഴ്സ് വരട്ടെ, മറ്റിതര കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പറയും പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയ്ക്ക് ആള് വരാൻ തുടങ്ങും. ഇവിടെ നാം കാണുന്നു, കഷ്ടതയിലായപ്പോൾ മനസ്സ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി, ഇതുവരെ തന്നെത്താൻ താഴ്ത്തിയില്ല, തന്നെത്താൻ ഉയർത്തിയ മനസ്സ ചങ്ങല കഴുത്തെ വീണപ്പോൾ, കാലിലും കയ്യിലും ചങ്ങല വീണപ്പോൾ ഇപ്പം ദൈവം തന്നെത്താനെ താഴ്ത്തി. നേരത്തെ ദൂതുമായി വന്ന ശുശ്രൂഷകന്മാരെ ഓടിച്ചു വിട്ടതാ, വിരട്ടി വിട്ടതാ വലിയ ആളായിട്ട്. ഇപ്പം തന്നെത്താൻ താഴ്ത്തി. തന്റെ ദൈവമായ യഹോവയുടെ, തന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിനു മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവനവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് യാതന കേട്ട് സ്തോത്രം പിടിച്ചുകൊണ്ടുപോയ രാജാവിനോട് പറഞ്ഞു, അവനെ വിട്ടേരെ. ദൈവത്തിലെ കോടതി വ്യവഹാരത്തിൽ രക്ഷപ്പെടണമോ, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, ഇന്നായിരിക്കുന്ന കഷ്ടത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, അയ്യോ എന്റെ സങ്കടം കേൾക്കുന്ന ആരുണ്ടെന്ന് ചോദിക്കുന്ന നിന്റെ ചോദ്യത്തിന് മറുപടിയായി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനപ്രകാരം, വ്യവസ്ഥ പ്രകാരം ദൈവം ഭാഗെ ആയിത്തീർന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? സ്തോത്രം. നിങ്ങളെ പിടിച്ചോണ്ട് പോകുന്നവൻ വിടാനിടയായിത്തീരും. എനിക്ക് ഒരു സ്നേഹിതൻ ഗുരുവായൂരിനടുത്തുണ്ട്. അദ്ദേഹത്തിന്റെ സുവിശേഷകനാണ്. കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്റെ പിതാവ് ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു, അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം പൊടുന്നനെ മരിച്ചു. പിന്നെ വിധവയായ അമ്മയും 2 സഹോദരിമാരും. ഇദ്ദേഹം ഇളയ മകനായിരുന്നെങ്കിലും പുരുഷനായതുകൊണ്ട് അമ്മയുടെയും സഹോദരിമാരുടെയും വാക്കൊന്നും ഈ ചങ്ങാതി കേൾക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിപ്പാനിടയായിത്തു. വീട്ടിൽ വന്നാൽ വന്നു, വന്നില്ല. അങ്ങനെ ഇദ്ദേഹം ഒരു കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടു. മാർവാടികളുടെ ഗ്രൂപ്പിലെ ഒരു കാരിയറായി മാറി. കാരണം ചെറുപ്പമില്ലേ, പയ്യനില്ലേ, പോലീസ് പട്ടാളം തിരിച്ചറിയാതായി. ഗൾഫിൽ നിന്ന് വരുന്ന എന്തോ സാധനത്തിൽ, അതിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല, അതിനകത്ത് കൊണ്ടുവരുന്ന സ്വർണം എടുത്തേച്ച് മറ്റേ സാധനം കളഞ്ഞേച്ച് ഈ സ്വർണം വിൽക്കുന്ന മാർവാടിക്ക് സ്വർണം കൊണ്ടുകൊടുക്കുന്ന ജോലിയിലായിരുന്ന ഈ പുള്ളിയെ
ഒരു പ്രത്യേക സമയത്ത് ഏതോ ഒരു സെർച്ചിൽ ഇവരെല്ലാം അറസ്റ്റിലായിപ്പോയി, പിടിക്കപ്പെട്ടു. അന്ന് പോലീസ് സ്റ്റേഷനിൽ വിലങ്ങളില്ലാഞ്ഞിട്ട് അതിശോക്തിയല്ല, നർമ്മവും പറയല്ല, കയറുകൊണ്ട് കെട്ടിയിട്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കുര്യാക്കോസ് പറഞ്ഞത് എന്നെ പിടിച്ചിടാൻ വേണ്ടി ചങ്ങലയില്ല, സോറി വിലങ്ങില്ലാഞ്ഞിട്ട് ഒത്തിരി എണ്ണത്തിനെ കിട്ടി. ആ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിറ്റേന്ന് ദിവസം ഇദ്ദേഹത്തെ കൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ്, മജിസ്ട്രേറ്റ് മുമ്പാകെ കൊണ്ട് പോവുകയാണ്. അന്ന് രാത്രി പോലീസ് കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയില്ല. പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് മുമ്പേ കൊണ്ടുപോകാൻ പോയപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു കൂട്ടരെ മുഴുവൻ വലിയ വണ്ടിയിലും കൊച്ചു വണ്ടിയിലും കയറ്റി. പിന്നെ ആളുകൾ മിച്ചമായപ്പോൾ അവരെ സർക്കിൾ ഇൻസ്പെക്ടറുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആ പോകുന്ന പോക്കിൽ ഒരു ശബ്ദം ഇദ്ദേഹം കേട്ടു, നീ എന്നെ അനുസരിച്ചാൽ, എങ്കിലേക്ക് തിരിഞ്ഞാൽ ഞാൻ നിന്നെ വിടുവിക്കാം. സ്തോത്രം. നീ എങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, നീ എന്നെ അനുസരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിടുവിക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ശബ്ദത്തിന് മുമ്പാകെ ആരാണെന്നറിയില്ല. അദ്ദേഹം പേരുകൊണ്ട് ക്രൈസ്തവനായിരുന്നുവെങ്കിലും ഹൈന്ദവ പരിപാടി, മറ്റിതര മതങ്ങളും എല്ലാ ഏർപ്പാടുകളുള്ള മനുഷ്യനാണ്. ഇതാരാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പൂജാമൂർത്തികളോ മറ്റോ എന്ന് പറഞ്ഞു. എന്നാൽ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇതാരാ എന്നോട് പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. എന്നെ ഇവിടുന്ന് രക്ഷിച്ചാൽ ഈ ശബ്ദത്തെ ഞാൻ അനുസരിച്ചു കൊള്ളാമെന്ന് പോലീസ് ജീപ്പിന്റെ, ഇപ്പോഴത്തെ പോലെ ജീപ്പല്ല, അന്ന് തുറന്ന ജീപ്പല്ലേ, അതിന്റെ നിലത്തിരുന്ന എന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു കൊള്ളാം. പറയട്ടെ, അല്പം കഴിഞ്ഞപ്പോൾ മുൻപിലിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ പുറകോട്ട് നോക്കിയപ്പോൾ ഈ മാർവാടികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി കൊച്ചിരിക്കുന്നു. അദ്ദേഹം ഡ്രൈവർ പറഞ്ഞു, വണ്ടി നിർത്ത്, ഇവനെ എന്തിനാ വണ്ടിക്കകത്ത് കയറുന്നത്, നീ മാർവാടിയാന്ന് ചോദിച്ചു. അല്ല സാറേ, ഞാൻ മലയാളി പറഞ്ഞു. നീ ഇവത്തിനാ അതിനകത്ത് കയറുന്നു, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. പറയട്ടെ, കുര്യാക്കോസ് പറഞ്ഞാണ്, ഞാൻ അവിടുന്ന് ഇറങ്ങി ഒരു ഓട്ടം കൊടുത്തു. ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടി. അദ്ദേഹം ചെന്നത് കൈയടിച്ച് പാട്ട് പാടുന്ന ഒരു ചെറിയ കുടിൽ, അദ്ദേഹം ഒരു ചെറിയ വീട്ടിൽ ചെന്ന് കയറി, ഒരു ഹാളിൽ. അവിടെ വെച്ച് അന്ന് പോലീസ് വാഹനത്തിരിക്കുമ്പോൾ കേട്ട ശബ്ദം അവിടെ വെച്ച് വീണ്ടും ഉണ്ടായി. മകനെ, നിന്നെ ഞാനാണ് പുറത്തിറക്കിയത്. നിന്റെ പാപം, നിന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും കണ്ണുനീര് ഞാൻ കാണും. നിന്റെ ദുർവൃത്തികളിൽ നിന്ന് വിടുവാൻ ഞാൻ താല്പര്യം. നിന്നെ ജയിലിലേക്ക് അയക്കാതെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് നീ എന്റെ സാക്ഷിയാകാനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഗുരുവായൂരിനടുത്ത് സുവിശേഷ വേല ചെയ്യുകയാണ് എന്റെ സ്നേഹിതനായ പാസ്റ്റർ കുര്യാക്കോസ്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇവിടെ ഇതാ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? യാതന കേട്ട്, പ്രാർത്ഥന കേട്ട് വീണ്ടും യെരുശലേമിൽ അവന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശയ്ക്ക് ബോധ്യമായി. കൊളുത്തുകളാൽ പിടിക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പോയപ്പോൾ മനശ്ശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. വിടുവിക്കുന്ന ദൈവം യേശുവാണ്, ദൈവമാണ്, യഹോവയാം ദൈവമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി തരുവാൻ ദൈവം മതിയായവനാണ്. ഈ രാത്രി കണ്ണീരടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരെയും വേദനിപ്പിക്കുവാനല്ല, ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുവാനല്ല ഞാൻ ഈ പറഞ്ഞത്. വളരെ വളരെ പരമസത്യമായ ഒരു കാര്യം നിങ്ങളെ അറിയിപ്പാൻ തൊക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് നിങ്ങളോട് അറിയിച്ചു. മനശ്ശയുടെ അടുക്കൽ പലപ്പോഴും ആളുകൾ ചെന്നെങ്കിലും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ കൊളുത്തുകളാൽ പിടിക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഒരടിമയായി പോയപ്പോൾ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടത് അനുദപിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിച്ചുവിട്ട് കഷ്ടകാലം മാറ്റി മടക്കി രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവം, മനശ്ശയെ കൊണ്ടുവന്ന ദൈവം ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കുള്ളവരെ വിടുവിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമെങ്കിൽ ഒരു വാക്ക് ദൈവഭാഗം സമർപ്പിച്ചു കൊടുക്കൂ. ദൈവമായ കർത്താവ് വിടുവിക്കും. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം, കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന രാത്രി ദൈവമായ കർത്താവ് വിടുവിക്കണമേ. മനശ്ശയെ രാജ്യത്തിലേക്ക് മടക്കി വരച്ചതുപോലെ അവരുടെ നന്മയിലേക്കും അവരുടേതായ പുഷ്ടിയിലേക്കും സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും വിശാലതയിലേക്കും കർത്താവേ, ഹല്ലേലൂയ, സമൃദ്ധിയിലേക്കും അങ്ങ് മടക്കി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ കർമ്മേൽ മിനിസ്ട്രിയുടെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ,
പാസീപ്പൻ വർഗീസ് അദ്ദേഹത്തോളം എല്ലാ പ്രിയപ്പെട്ട എല്ലാവർക്കുമായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ വരും താമസങ്ങൾ പിന്നെയും ഒരുമിച്ച് ദൈവവചനമായി ഒരുമിച്ച് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവിന്റെ വലിയ നാമം ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും വന്ദനം. മേ ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.